ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കറൻ്റ്ലി പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ റീഡിംഗ് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പേഴ്സണലായിട്ട്, അതുപോലെ തന്നെ കമൻസിൽ അറിയിച്ചിരുന്നു ഒരുപാട് പേർക്ക് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു സൗഭാഗ്യം കിട്ടിയ വ്യക്തികൾക്ക് എല്ലാവർക്കും അത് ഇനിയും നിങ്ങളുടെ ലൈഫിൽ സ്ട്രോങ് ആയിട്ട് പോട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കുറേ പേർക്ക് കിട്ടാത്ത വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു സഫറിങ്സിലൂടെ സ്റ്റിൽ പോകുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സമയമുണ്ട്, അപ്പോഴേ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ആ ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്ക്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി നോക്കാം. ഇനി പേഴ്സൻ്റെ എടുക്കാം. ഓക്കെ, ടോട്ടാലിറ്റി അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഔട്ട്സൈഡ് ഇതാണ് പേഴ്സൻ്റെ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഇമേജിനകത്ത് കാണുന്ന പോലെ തന്നെ ആകെ കളിക്കുന്ന ഒരു മനസ്ഥിതിയിലായിരിക്കാം. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൈവിട്ട് കഴിഞ്ഞാൽ താഴെ പോകുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ യാതൊരു കോൺഫിഡൻസ് ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് ആലോചിച്ചിട്ട് വളരെയധികം ആങ്ഷ്യസ് ആയിരിക്കാം. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ്. യാതൊരു ഉറപ്പുമില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറിക്ക് അപ്പുറമാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലം എന്ന് പറയുന്നത് മാനസികമായിട്ടും അത് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു മതിൽ അതിനപ്പുറത്തും ഇപ്പുറത്തുമാണ് നിങ്ങളുള്ളത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു ബാരിയർ എന്ന് പറയുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ പുറത്ത് നിന്ന് നോക്കി കാണുന്ന ഒരവസ്ഥയാണ്. അടുത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. പക്ഷെ നോക്കുന്നത് പുറത്തേക്ക് തന്നെയാണ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ ഒരു സാഹചര്യത്തിലുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫ്യൂച്ചർ എന്നുള്ള ഒരു ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അടുത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ ഒരു കാഴ്ചക്കാരനെ അല്ലെങ്കിൽ കാഴ്ചക്കാരിയെ പോലെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനുമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു സമയം എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചെന്നുള്ളത്. Okay, Two of Earth, Transformation, Moon, Five of Fire, King of Water, Messenger of Earth, Empress, Hierophant, Star, Queen of Water, Magician,
Two of Fire, Three of Air, Queen of Earth, and one more, Five of Water. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവരിപ്പോൾ വളരെയധികം ചാലഞ്ചസ് അനുഭവിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ അത്രയും സമാധാനപരമായിട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒരേ സമയം ഉണ്ടാവാം. മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. ആ ഒരു രീതിയിൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് പോലും കൊണ്ടുപോകാനായിട്ട് കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ചെകുത്താനും കടലിനകത്തും നടുക്ക് വിട്ടു പോവുക എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അവസ്ഥയിലാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് അവർക്ക് ഒരു കാര്യത്തിനും ഒരു മെൻ്റൽ ക്ലാരിറ്റി പോലും കിട്ടുന്നില്ല. അവർ ചിലപ്പോൾ ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും അന്നടുത്ത് തന്നെ ചെന്ന് നിൽക്കുക എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എനർജി, അതുപോലെ മൂൺ എനർജി, ഇതെല്ലാം സ്ട്രോങ് മേജർ ആർക്കാന കാർഡ്സ് തന്നെയാണ്. അപ്പോൾ അത്രയും ആ ഒരു പേഴ്സണിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കറൻ്റ്ലി അവർ നേരിടുന്ന കാര്യങ്ങളാണ് നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത്രയധികം ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, ഒരു സ്റ്റക്നെസ് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു എനർജീസിൽ നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികൾ, പരസ്പരം ഏത് സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അതായത് ഇമോഷണലി രണ്ടുപേർക്കും സ്നേഹം എന്ന് പറയുന്ന ഫാക്ടറാണ് ഇവിടെ നമുക്ക് പാഷനേറ്റ് എനർജി, അല്ലെങ്കിൽ മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് കയറി നിൽക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഡീപ്പ് ഇമോഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് പേരും അതുപോലെയുള്ള ഒരു പെർഫെക്റ്റ് പെയറാണ് എന്ന് ഈ ഒരു പേഴ്സൺ തന്നെ അറിയാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു കിങ് ഓഫ് വാട്ടർ ആൻഡ് ക്യൂൻ ഓഫ് വാട്ടർ എനർജീസ്. ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങളെന്ന് പറയുന്ന അത്രയും ആ ഒരു നമ്മളൊരു നല്ലൊരു ജോഡി എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും പകരമായിട്ട് മറ്റാരെ റീപ്ലേസ് ചെയ്യാനായിട്ട് രണ്ട് പേർക്ക് സാധിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും ഇത് കടന്ന് മുന്നിലോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ചിലപ്പോൾ പരാജയപ്പെട്ട് പോകുന്നുണ്ടാവും. അവർ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്നെസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. സഡനായിട്ട് എന്തെങ്കിലും എടുത്ത് ചാടി വീഴുന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് പോയാലായിരിക്കാം ഇതിനകത്തൊരു ഗ്രോത്ത് ഉള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഡെവലപ്മെൻറ്റ് വേണം. ഇതും നമുക്ക് മേജർ ആർക്കാന കാർഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹെയറഫണ്ട്, സ്റ്റാർ എനർജി, ഇതെല്ലാം ആ ഒരു മേജർ ആർക്കാനയിൽ വരുന്ന എനർജീസാണ്. അത്രയും ഒരു വശത്ത് വളരെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഇരുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ വശത്ത് ആ ഒരു വെളിച്ചം, ഇവിടെ നമുക്ക് കാണാം ആ ഒരു മൂൺ ആൻഡ് സ്റ്റാർ എനർജീസ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് ഹോപ്പ് ഉണ്ട്. അവരതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ നല്ലതുപോലെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് ചിന്തിക്കുന്ന വ്യക്തിയും കൂടി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഓൾറെഡി ഇവരുടെ എനർജി നേരത്തെ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം ഉണ്ടെന്നുള്ളത്. ആ ഒരു മതിലിന് അപ്പുറത്തും ഇപ്പുറത്തുമാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം. അപ്പോൾ ആ ഒരു തടസ്സം തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴും ഈ ഒരു സ്പ്രെഡിനകത്തും കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു തടസ്സം ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ആക്റ്റീവായിട്ട് പോകാൻ കഴിയാത്തതും സ്റ്റിൽ ഈ ഒരു തടസ്സം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം. അവർ ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം. ഇതിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണം. നിങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ ഫ്യൂച്ചർ ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഇവിടെയുള്ള പേഴ്സൻ്റെ എനർജിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില കേസിനകത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നല്ലതുപോലെ വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു 3 ഓഫ് സോർഡ്സ് എനർജിയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയും
അവർക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിൽ വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർ ചിലപ്പോൾ അവരുടെ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഈ പ്രസന്റിൽ ഉള്ള എനർജി വെച്ച് നോക്കിയിട്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. പാസ്റ്റിൽ എന്താണ് നടന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയതെന്നുള്ളത് നമുക്ക് പാസ്റ്റ് എനർജി എടുക്കാത്തതുകൊണ്ട് അറിയില്ല. പക്ഷേ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണ്ടെന്നോ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്നോ ഒന്നും വിചാരിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് സൗകര്യപൂർവ്വം മതി എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. അവർക്ക് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് വളരെയധികം ആവശ്യമാണ്. ഒരു ഗ്രോത്ത് വേണം. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് പാർട്ണറാണ് എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ അവരുടെ ഒരു സാഹചര്യം നിമിത്തമോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉള്ളതൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് വിചാരിക്കുന്ന പോലെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഫ്രീഡം ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും. അതായത് ഫ്രീഡം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലത്ത് നിന്നുള്ളൊരു ഒബ്ജക്ഷൻ, തടസ്സം, എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ തടസ്സമായിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരുപാട് വ്യക്തികളാവണമെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യം തടസ്സമായിട്ട് വരിക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹത്തിനൊത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു ഫ്രീഡം ഇല്ലായ്മയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സണ് നല്ലതുപോലെ ഉണ്ട്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫിനാൻഷ്യലിയും വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആവാൻ ആയിട്ട് മുന്നോട്ട് വരേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ടാവാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലേ അവർക്ക് ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സപ്പോർട്ടൊക്കെ ചിലപ്പോൾ ആവശ്യമുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നല്ലതുപോലെ ഒരു മാനസിക ബുദ്ധിമുട്ട്, വിഷമമൊക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അവർ ഒന്ന് ഹീലാവാൻ ശ്രമിച്ചിട്ട് പോലും ആ ഒരു പേഴ്സണെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാം. ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് സെൽഫ് കെയർ ചെയ്യാൻ, ഒരു സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ഈ ഒരു പേഴ്സൺ നടക്കുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം നഷ്ടബോധം അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. നിങ്ങളില്ലാത്തതിൽ ഒരുപാട് ദുഃഖിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലോസ് ഫീലിംഗ് ഒരുപാട് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. അവർ ചിലപ്പോൾ അവരുടെ മനസ്സിനെ ഒന്ന് കാമാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. പക്ഷേ എങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കാം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കതിന് കഴിയുന്നില്ല. അവർക്ക് ഈ ഒരു നഷ്ടബോധം അവരെ ഒരുപാട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതാണ്. ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ അവരൊരിക്കലും ഹാപ്പി അല്ല. അവർ എന്നാ ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. പക്ഷേ ഇതിനകത്ത് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ചിലപ്പോൾ മോശം ഒരു ഇതിനും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കൂടി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ അവർ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്ലാനിങ് എന്താണോ ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. മാനസികമായിട്ട് നിങ്ങളോട് ഒരുപാട് അടുപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടി സിറ്റുവേഷൻ വേഴ്സ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു മനോഭാവം കൂടി ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. അപ്പോൾ അവരുടെ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള വ്യക്തികൾ ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങളും കൂടി ആയിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കൂടെ കൂട്ടണം എന്ന് ആഗ്രഹിക്കാം. പക്ഷെ ഫാമിലി ഭയങ്കര എതിരായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടൊപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ലൈഫിൽ കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാം. അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഒരു ത്രെറ്റനിങ് ഉണ്ടാവാം, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം. അപ്പോൾ ഈ ഫാമിലീനെയും ചിലപ്പോൾ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലവർ എന്ത് ചിന്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ടൈം കൊടുത്ത് നോക്കാം അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് മാറി വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇനി എന്തെങ്കിലും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ രണ്ടും ഇല്ലാത്ത അവസ്ഥയിലായി പോകും. ചിലരാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള പേഴ്സണ് ൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ രണ്ട് വശത്തേക്കും ഉള്ളൊരു ചായ്വുള്ളത് കൊണ്ടും ഈ ഒരു പേഴ്സണ് ഒരു തീരുമാനം എടുക്കാനുള്ളൊരു മടി അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി, ഫിയർ അത് നമ്മളിവിടെ ആദ്യമേ കണ്ടതുപോലെ അങ്ങനെയുള്ള ഒരു ഇല്യൂഷനൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. മെൻ്റൽ ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാതെ പുറമേ നിന്ന് വീക്ഷിക്കുന്ന ഒരവസ്ഥയിലൂടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു സിറ്റുവേഷൻ അതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് അതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 3, നമ്പർ 5, നമ്പർ 13, നമ്പർ 18 ആൻഡ് നമ്പർ 17.
ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് വന്നിട്ടുണ്ട്, അക്വേറിയസ്, ജെമിനൈ വന്നിട്ടുണ്ട്, ടോറസ്, വിർഗോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് കൂടി നോക്കാം. ഹോൾഡിംഗ് ബാക്ക് വന്നിട്ടുണ്ട്, ഇൻഡിസിസീവ് വന്നിട്ടുണ്ട്, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, ഡാമേജ്, ഓവർവെലംഡ്, നമുക്കൊരു കാർഡ് കൂടി എടുക്കാം, ഡിസഗ്രിമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് എല്ലാ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് മുൻപ് ചിലപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഡിസിഷൻ എടുക്കാനോ കഴിയാത്തൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കുറ്റബോധം ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതായിട്ട് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ യോജിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എടുത്ത ഡിസിഷൻ തെറ്റായിരുന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു വ്യക്തിയായിരിക്കാം അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ പറയരുത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവസരം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ വേണ്ട വിധം ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു ഇവരുടെ ഒരു ഇന്നർ ഫീലിംഗ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ അറിയാം തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുപാട് മാനസിക സമ്മർദ്ദം തരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കത് വ്യക്തമായിട്ട് കാണാം. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. തീർച്ചയായിട്ടും അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാത്തത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവർ ഒരുപാട് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസ് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഇവരൊന്ന് പുറകിലേക്ക് പോയതായിരിക്കാം. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്കും അറിയാം തീർച്ചയായിട്ടും നിങ്ങളെ ഇത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യം നമുക്ക് ഇവിടെയുള്ള ഓരോ കാർഡ്സിനകത്തും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രെഡിലുള്ള കാര്യം തന്നെയാണ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. അവരത്രയും വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാവുന്ന സ്ട്രെസ്സ് അവരെ ഇല്ലാതെയാക്കി കളയുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഹീൽ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് പോലും അല്ലെങ്കിൽ സ്വയമേ ഒന്ന് ആശ്വസിക്കാൻ ശ്രമിച്ചിട്ട് പോലും അവർക്ക് കഴിയാത്തൊരു സിറ്റുവേഷൻ ആണെന്നുള്ളത് നമ്മളവിടെ കണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം അവരുടെ ഒരു മനസ്സ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ആ ഒരു പേഴ്സൺ കരുതുന്നത്. സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എനർജീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നത് സ്വയം അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഡിസിഷൻ എടുക്കാത്തതായിക്കോട്ടെ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചിലപ്പം വളരെ സൈലൻ്റ് ആയിട്ടൊക്കെ മാറി നിന്നിട്ടുള്ള ആൾക്കാരുണ്ടാവാം. ഒരു ക്ലൂ പോലും കൊടുക്കാതെ മാറിപ്പോയിട്ടുള്ളവർ. അപ്പം അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങൾക്കിടയിലേക്ക് വരുന്നതിനായിട്ട് അതിനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.